വാർദ്ധക്യം നന്നേ കീഴ്പ്പെടുത്തിയൊരു മനുഷ്യൻ മാതൃഭൂമിയുടെ പടി കയറി വന്നു. കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞത്, എന്റെ കൊച്ചുമകന് തീരെ വയ്യ, അവന് താഴെ ഒരു പെൺകുട്ടിയുമുണ്ട്, മുന്നോട്ടുള്ള ജീവിതം ആശങ്കയിലാണ്, എന്തു ചെയ്യണമെന്നറിയില്ല. കാര്യമറിയാൻ തിരക്കി നെട്ടയത്തെ വീട്ടിലെത്തിയപ്പോൾ അകലെ നിന്നേ സ്വീകരിച്ചത് ടിവിയിൽ നിന്ന് കേൾക്കുന്ന പാട്ടും അതിലും ഉച്ചത്തിൽ ഉയർന്നു കേൾക്കുന്ന പൊട്ടിച്ചിരിയും കയ്യടിയുമാണ്. ഇത് 23 വയസ്സുകാരൻ കൈലാസ് എന്ന കണ്ണൻ. ജന്മന ഓട്ടിസം ബാധിതനാണ്. 4 വർഷം മുൻപ് പെട്ടെന്നൊരു ദിവസം അവനെ ഏറെ സ്നേഹിച്ച അച്ഛൻ മരണപ്പെട്ടു. പിന്നാലെ അമ്മ ഉപേക്ഷിച്ചുപോയി. അന്നു മുതൽ 2 മക്കളെയും പൊതിഞ്ഞു പിടിച്ചു വളർത്തുകയാണ് ഈ വൃദ്ധ ദമ്പതികളായ മണിയും ലളിതയും. ലളിതാമ്മയുടെ പകുതി കാഴ്ച മങ്ങിയ കണ്ണുകളിൽ നിറയെ സങ്കടമാണ്. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിനായി ചെന്നൈയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് 20കാരിയായ കൃഷ്ണ. ചികിത്സിച്ച് ഭേദമാക്കാനാവാത്തതിനാൽ തങ്ങളാലാവുന്നത്ര നാൾ പൊന്നുമോനെ പൊതിഞ്ഞു പിടിക്കാൻ മാത്രമേ ഇവർക്കാവൂ. അപ്പോൾ 2 വയസ്സാണ്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അമ്മയാണെങ്കിൽ ഒരു നമ്മളെ പോലെ ആത്മാർത്ഥതയായിട്ട് മക്കളെ നോക്കണ അമ്മയല്ല. കളഞ്ഞിട്ട് അങ്ങ് പോവും. ഞാൻ തന്നെ അന്ന് തൊട്ടേ ഞാൻ തന്നെ നോക്കണത്. താങ്ങാനൊരു കരമുണ്ടെങ്കിൽ ജീവിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഒപ്പം തങ്ങൾക്കു ശേഷം പൊന്നുമക്കൾക്ക് ആരുണ്ടാകുമെന്ന ഭയം ഇവരെ വേട്ടയാടുന്നു. സുമനസ്സുകളുടെ സഹായം തേടി ഈ കുടുംബം ഇവിടെ കാത്തിരിപ്പുണ്ട്.